ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ചാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാം. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നതാണ് ഈ പച്ചമുളക്. ഒരുപാട് എരിവ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ട. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന സവാളയാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വരണം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. കളറൊന്നും നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണമെന്നൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സവാള നന്നായിട്ട് വെന്തിട്ട് വരണം, അത്രയേ ഉള്ളൂ. നമ്മുടെ സവാളയെല്ലാം ഇപ്പം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. അപ്പോൾ ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഡ്രൈ മാംഗോ പൗഡർ ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്താലും മതിയാകും. ഇത് രണ്ടിൻ്റെയും ടേസ്റ്റ് വേറെയാണ്, പക്ഷെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലാക്സ് ആണ്. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, സാധാരണ വറ്റൽമുളക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്, അതുകൂടി ചേർക്കാം. ഫൈനലി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. ഈ ലെമൺ ജ്യൂസ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളി ഉണ്ടാകും. അപ്പോൾ ആ പുളി ഇഷ്ടമില്ലാത്തവർക്ക് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇനി വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കട്ടയൊക്കെ ഉണ്ടാവില്ലേ ഉരുളക്കിഴങ്ങിൽ, അതൊന്നും ഇല്ലാതെ നന്നായിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ സ്പാച്ചില വെച്ചിട്ട് അത് നന്നായിട്ട് സ്മാഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അത് ഫുള്ള് നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിനുള്ളിൽ ഈ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെക്കണം. എന്നാൽ ശരി, ഇനി അത് ചെയ്യാം. ഞാനിപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ബ്രെഡാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡ് ഞാനിപ്പോൾ ഗ്രീൻ ചട്നി വെക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ചട്നി നമ്മൾ കഴിഞ്ഞ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി അടുത്ത ബ്രെഡിൽ നമുക്ക് കുറച്ച് സ്വീറ്റ് ചില്ലി സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ആയാലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാല വെച്ച് കൊടുക്കാം. കുറച്ചധികം മസാല വേണം നമ്മളിതിലേക്ക് വെക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ സാൻഡ്വിച്ച് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. 3ലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഫുള്ള് നമുക്ക് ഈ തവയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം. ഇനി ഈ സാൻഡ്വിച്ചിൻ്റെ മുകളിലായിട്ട് കൂടി കുറച്ച് ബട്ടർ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും നല്ലതുപോലെ സിമ്മിലിട്ടിരിക്കണം. ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഒന്നും വെക്കരുത്. എങ്കിൽ പുറം ഭാഗം മാത്രം നല്ല പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. പക്ഷെ നമുക്ക് വേണ്ടത് നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് നല്ലതുപോലെ രണ്ട് സൈഡും ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണിത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.